ഹായ് ഫ്രണ്ട്സ്, ഷാലൂസ് ടേസ്റ്റ് കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല നാച്ചുറലായ നെയ്യ് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഫ്രണ്ട്സ്, ഞാനിവിടെ പാല് രാത്രി തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പാൽ കട്ട ഇങ്ങനെ നന്നായിട്ട് കട്ടിയായിട്ട് തന്നെ കിട്ടും. ഞാൻ നേരത്തെ തന്നെ കുറേശ്ശെ പാലാട ഇങ്ങനെ എടുത്ത് സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ഈ പാത്രം നിറഞ്ഞു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇത് നെയ്യാക്കാൻ വേണ്ടി എടുക്കത്തുള്ളൂ. നമ്മളിങ്ങനെ ഓരോ ദിവസമായിട്ട് ഇതുപോലെ കുറേശ്ശെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാലാടയാണ്. നമ്മളിത് പാലാട ഫ്രീസറിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുക്കുന്ന സമയം ഒരു 1-2 മണിക്കൂർ മുമ്പേ ഫ്രീസറിൽ നിന്നെടുത്ത് പുറത്ത് വയ്ക്കണം. അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റായതിന് ശേഷം വേണം നമ്മൾ നന്നായിട്ട് കടഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ഞാൻ പാലാട എല്ലാം ഇങ്ങനെ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു പാത്രം നിറയെ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിതൊരു 2 മണിക്കൂർ ഫ്രീസറിൻ്റെ പുറത്തെടുത്ത് വെച്ച് നന്നായിട്ട് നമുക്ക് പാൽ കട്ടിയായിട്ടിരുന്നില്ല, അതൊക്കെ മാറി നന്നായിട്ട് മെൽറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് കട്ടയായിട്ടിരിക്കുന്ന മൊത്തം ഒരുപോലെ തന്നെ ഉടച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ബൗളിലേക്ക് ആ പാത്രത്തിൽ നിന്ന് മാറ്റുവാണ്. എന്തോരം പാൽ കട്ടയാണ് കണ്ടോ ഫ്രണ്ട്സ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ ചായയൊക്കെ തിളപ്പിക്കുമ്പോൾ ഇതൊക്കെ വെറുതെ കളയത്തല്ലേ ഉള്ളൂ, നമ്മൾ അരിച്ചെടുക്കത്തുള്ളൂ. നമ്മൾ കളയാൻ ഉപയോഗിക്കുന്ന ആ പാൽ കട്ടി തന്നെ നമുക്ക് നെയ്യായിട്ട് തന്നെ ഉപയോഗിച്ചെടുക്കാം. നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാവേ. ബീറ്ററില്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വേണമെങ്കിലും നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് വേണം നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചെടുക്കുമ്പോൾ ഇതിൽ അടിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടോ എന്തോരം പാൽ കട്ടയ ഫ്രണ്ട്സ് കിട്ടിയിരിക്കുന്നത് കണ്ടോ. ഇനി നമുക്കിത് ബീറ്റർ വെച്ച് ആദ്യം സ്ലോയിൽ, എന്നിട്ട് പയ്യെ നമ്മൾ ഹൈയിലാക്കുവേ. ഇനി ഇതുപോലെ നന്നായിട്ട് നമുക്ക് കടഞ്ഞെടുക്കാം. നമ്മൾ അങ്ങനെ ചെയ്തെടുക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി തൈരൊക്കെ ഇരുന്ന് കടഞ്ഞു കഴിയുമ്പോൾ നെയ്യ് വേറെ തൈര് വേറെ അങ്ങനെ വരത്തില്ല. നമ്മൾ ഈ ഫ്രീസറിൽ വെച്ച് ഇങ്ങനെ പാൽ കട്ടി സെറ്റാക്കി എടുക്കുമ്പോൾ അത് നല്ല കട്ടയായിട്ട് തന്നെ നമുക്കിരിക്കും. അതുകൊണ്ട് നമുക്ക് പാലാട വേറായിട്ട് തന്നെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രാത്രി തിളപ്പിച്ച് ഈ പാല് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറയുന്നത്. ഞാൻ ഇതുപോലെ ഒരു 30 സെക്കൻഡെങ്കിലും ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. നമുക്കിപ്പോഴേ ആ പാൽ കാട്ടി എല്ലാം കണ്ടോ നല്ല നെയ്യ് പോലെ വെണ്ണ പോലെ വരുന്ന കണ്ടോ. കടഞ്ഞ് നമ്മളെടുക്കുമ്പോൾ ആ വെണ്ണ വേറെയായിട്ട് തന്നെ നമുക്ക് കിട്ടും. നമ്മുടെ നെയ്യ് ഉള്ള വെണ്ണ അങ്ങനെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കണ്ടോ ഫ്രണ്ട്സ്. നന്നായിട്ട് തന്നെ നമുക്ക് കടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് മെൽറ്റ് ചെയ്ത് ഉരുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു അടിക്കട്ടിയുള്ള പാത്രം എടുത്ത് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനെല്ലാം ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ നല്ലൊരു കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. നല്ല ചൂടായതിന് ശേഷം വേണം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചില്ലേ ആ വെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. കണ്ടോ ഫ്രണ്ട്സ്, നമ്മൾ ഒത്തിരി നേരം ആവുകയെ ഈ നെയ്യ് ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നല്ല അടികട്ടിയുള്ള പാത്രമാണെങ്കിൽ ഇത് അടി പിടിക്കത്തില്ല. നമ്മളിപ്പോൾ ഇട്ടപ്പോൾ തന്നെ ആ നെയ്യ് ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല ചൂടായതിന് ശേഷമല്ലേ നമ്മൾ ഇതുപോലെ പാൽക്കട്ടി ഇടുന്നത്. നല്ല അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിത് ഇങ്ങനെ എല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാവേ. എൻ്റെ നെയ്യ് ഒന്ന് തെളിഞ്ഞ് വന്ന് നിൽക്കുന്നത്. നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് എടുക്കുമ്പോൾ 1 കിലോ നെയ്യോളം നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഫ്രണ്ട്സ്. നമ്മൾ 1 കിലോ നെയ്യൊക്കെ കടയിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ എന്നാ വിലയാണ് നോക്കിയാൽ കണ്ടോ. ഇപ്പോഴേ അത് നന്നായിട്ട് മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
മഞ്ഞ കളർ കണ്ടോ നെയ്ക്ക് നല്ല, നമ്മൾ ഇതിൽ വേറെ ഒരു കളർ പൗഡർ പോലും ചേർക്കത്തില്ല, നാച്ചുറലായ കളറിൽ തന്നെയാണ് നമുക്ക് നെയ്യ് കിട്ടുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് ആകുന്നതിന് മുമ്പേ നമ്മുടെ നെയ്യ് ദാണ്ട ഇതുപോലെ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ ഫ്രണ്ട്സ്, നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ടോ? എനിക്കിത് ഉരുകി വന്നപ്പോൾ 3/4 കിലോളം നെയ്യ് എനിക്ക് കിട്ടിയായിരുന്നേ. നമുക്ക് ആ പതയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയം നമ്മൾ ചട്ടിയിലൊക്കെ നെയ്യ് പിടിക്കുന്നത്, ഒട്ടി പിടിക്കുന്നത് കണ്ടോ? ഇപ്പം നന്നായിട്ട് ആ വെള്ള കളർ ഇരുന്നില്ലേ, ആ വെണ്ണയൊക്കെ ഉരുകി ഇതുപോലെ ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഈ വെണ്ണയുടെ ആ പൊടിയില്ലേ കട്ട പിടിച്ച് കിടക്കുന്നത്, അത് നല്ല മെറൂൺ കളർ ആവുന്നവരേക്കും നമ്മൾ ഇതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കുറേ സമയം കഴിയുമ്പോൾ ഇതുപോലെ നെയ്യ് ഉരുകി അതിൽ നിന്ന് മാറി വരുന്നുണ്ട് കണ്ടോ? അങ്ങനെ ഈ കളറായി കണ്ടോ? ഈ കളറാകുമ്പോൾ വേണം ഇനി നമുക്ക് നെയ്യ് നല്ല മൂത്തിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഒരു തണ്ട് കറിവേപ്പില നമ്മൾ ഇതുപോലെ ഇട്ടിട്ടുണ്ട്. കണ്ടോ? നല്ല പൊട്ടുന്നുണ്ട്. നമ്മുടെ നെയ്യ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഈ സമയം നമുക്ക് സ്റ്റൗ ഓഫാക്കി വെക്കാം. നമ്മുടെ നെയ്യ് നന്നായിട്ട് തണുത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതുപോലെ കണ്ടോ? ഞാനൊരു തവി വെച്ച് കോരി കാണിക്കാം. ഇനി നമുക്കിതൊരു ജാറിലേക്ക് സ്റ്റോർ ചെയ്യാൻ നല്ല ഉണങ്ങിയ പാത്രം നോക്കി എടുത്തതിന് ശേഷം നമ്മളൊരു വെള്ള തുണി വെച്ചിട്ടുണ്ട്. ഞാൻ നെയ്യ് എപ്പോഴും അരിച്ചെടുക്കുന്ന ഈ തുണിയില്ല, കോട്ടൺ തുണി. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ നെയ്യ് ഇതുപോലെ കോരി ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വെണ്ണ നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ അതിലൊരു മെറൂൺ കളർ കട്ടിയായിട്ടിരുന്നില്ല, അത് നമുക്ക് ലാസ്റ്റ് ഇതുപോലെ കിട്ടുവേ. അതുകൊണ്ട് ഇത്രയും കാണും വേസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അങ്ങനെ എല്ലാം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്. അവിടെ നമ്മളിതിൽ കളറോ ഒന്നും ചേർത്തിട്ടില്ല, നെയ്യുടെ ഒറിജിനൽ കളർ തന്നെയാണ് നമുക്ക് കിട്ടിയത്. നല്ല മണമാണ്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കത്തില്ല, ആ നെയ്യേക്കാളും നല്ല മണവുമാണ്, നല്ല ടേസ്റ്റുമാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്ന നെയ്ക്ക്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഫ്രണ്ട്സ്. ഇത് കണ്ടോ? ഇത് പശു പാലിൻ്റെ ഒറിജിനൽ നെയ്യ്. നമ്മളിതിൽ വേറെ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ വേറെ നെയ്യ് ചേർക്കുമ്പോൾ നമുക്ക് അറിയത്തില്ലല്ലോ വേറെ എന്നാ നെയ്യ്ക്ക് വേണ്ടി ചേർക്കുന്നതെന്ന്. പക്ഷേ ഇത് നമ്മൾ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് തയ്യാറാക്കിയെടുത്ത നെയ്യാണ്. നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴും ഇതൊക്കെ നന്നായിട്ട് പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാം നമുക്ക് വിശ്വാസത്തോടെ തന്നെ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഫ്രണ്ട്സ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.